ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നേക്കുന്നത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് തേമൂന്ന് ഒരു ഓൺലൈൻ വഴി ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്തു. പക്ഷെ വന്നപ്പോൾ ഫുൾ ഫ്ലോപ്പായിപ്പോയി കേട്ടോ. ഒരു 90% ഫ്ലോപ്പായിപ്പോയി. 10% അത്ര സക്സസ് ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും തോന്നും. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വീട്ടിലിരുന്നുകൊണ്ട് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടൈം ലാഭിക്കാൻ കുറേ ഓഫറുകൾ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നെപ്പോലെ നിങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ ഗൈസ്, എനിക്ക് അബദ്ധം പറ്റിയത് കാരണം ഞാൻ ഇതുകൊണ്ട് നിർത്തി. പക്ഷെ തേമൂന്ന് ഇതിന് മുമ്പ് ഞാൻ ഓർഡർ ചെയ്തപ്പം എനിക്ക് നല്ലതായിട്ട് തോന്നിയുകൊണ്ടാണ് പിന്നെ നമ്മൾ വീണ്ടും ഓർഡർ ചെയ്തത്. ഈ പ്രാവശ്യം ഫുൾ ഫ്ലോപ്പായിപ്പോയി. വന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ എൻ്റെ മൈൻഡ് ഫുള്ള് ഇതായിപ്പോയി കേട്ടോ. ഞാൻ ഓപ്പൺ വീഡിയോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. പക്ഷേ അതിനകത്ത് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഇത് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ശരിക്കും യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. 19 dirhams മിനിമം ഇപ്പം അങ്ങനെ ഇട്ടിട്ട് ഫുള്ള് ഫ്ലോപ്പായിട്ടോ. കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത്ര വലിയ അബദ്ധമായിട്ട് തോന്നി. കാരണം നമ്മൾ സൈസൊക്കെ അതിനകത്ത് കൊടുത്തനുസരിച്ച് പ്രകാരം മേടിച്ചിട്ട് വന്നത് ഫുള്ള് പൊട്ടയാണ്. അതെല്ലാം ഞാൻ കാണിച്ചത് കൊച്ചിൻ്റെ ഒരു ടൗല് വാങ്ങിയായിരുന്നേ. ജസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് കാണിച്ചത് ഉണ്ടോ. അതിൻ്റെ അവർ പറഞ്ഞ സൈസും കാര്യങ്ങളൊന്നുമല്ല. കുഞ്ഞ് ടവല് ഉണ്ടോ. ന്യൂ ബോൺസിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന 1.5 വയസ്സുള്ള കൊച്ചിന് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല ഇത് കേട്ടോ. ടവല് ഫ്ലോപ്പ്, ഫുൾ ഫ്ലോപ്പ്. പിന്നെ നമ്മുടെ ഫോണിൻ്റെ ഗ്ലാസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണെന്ന് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. എൻ്റെ റിവ്യൂ പിന്നെ പറയും. എനിക്ക് ഇത് അറിയത്തില്ല, അത് യൂസ് ചെയ്യാതെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഫോൺ കവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഫൈബറിൻ്റെ മെറ്റീരിയലാണ് അവർക്ക് വാങ്ങിയത്. iPhone 16 ആണ്. പക്ഷെ വന്നപ്പോൾ വെറും പ്ലാസ്റ്റിക്കിൻ്റെ. ഫൈബർ എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വെറും പ്ലാസ്റ്റിക്കിൻ്റെ സാധനം കേട്ടോ. അത് ഒന്ന്. അടുത്ത ഫ്ലോപ്പ്, ഫുൾ ഫ്ലോപ്പാണ്. പിന്നെ നല്ലതെന്ന് പറയാനുള്ളൂ. കൊച്ചിൻ്റെ സോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടിയിൽ ഗ്രിപ്പുള്ളത്. പക്ഷേ ഇത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും സങ്കടമായത് ക്ലിപ്പ്. ശരിക്കും നമ്മുടെ ക്ലിപ്പ് ഉണ്ടോ, ഈ ക്ലിപ്പ് ശരിക്കും നല്ല സൈസിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്തപ്പോൾ വലിയ സൈസ് കിട്ടി. പക്ഷേ ഈ പ്രാവശ്യം സൈസ് മാത്രമുള്ളതുണ്ടോ, ചെറിയ സൈസ്. അത് മാത്രമല്ല, ഇതിനകത്ത് പൊട്ടിക്കിടപ്പുണ്ട് ഉണ്ടോ. ഇതിനകത്ത് സാധനങ്ങൾ പൊട്ടിക്കിടപ്പുണ്ട്. ഇത്രയും വലിയ അബദ്ധം. കുറച്ച് സാധനങ്ങൾ മാത്രം ഇതിനകത്ത് നല്ലതായിട്ട് വെച്ചിട്ടുള്ളൂ. പക്ഷേ സൈസ് ചെറുതാണ്. കുറേ സാധനങ്ങൾ പൊട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പം എല്ലാ സാധനങ്ങളും റിട്ടേൺ ചെയ്യണം. പിന്നെ നമ്മളുടെ വേസ്റ്റ് കവറ് ഇത് കാണുമ്പോൾ അതിനകത്ത് കൊടുത്തേക്കുന്നത് കൊണ്ടിട്ട് ഭയങ്കര വലുതായിട്ടുള്ളൊരു കവറിൽ വലിയ പാക്കറ്റുകളായിരുന്നു. വന്നപ്പം നോക്കിക്കേ എത്ര ചെറുതാണ്. നിങ്ങൾക്കിങ്ങനെ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ ഷെയർ ചെയ്താൽ കേട്ടോ. പിന്നെ ഇത് നമ്മുടെ തലയിലിടുന്ന മണ്ണ്. ഇത് പിന്നെയും കുഴപ്പമില്ല. ചില കാര്യങ്ങൾ മാത്രമേ നന്നായിട്ടുള്ളൂ. പിന്നെ ഇത് അവർ പറയുന്ന രീതിയിലുള്ള നമ്മുടെ ഇതില്ലേ മുടി കെട്ടുന്ന വരാനെറ്റ്. പിന്നെ ഇത് നമ്മുടെ ഈ പ്ലാസ്റ്റിക്കൊക്കെ ഉരുക്കുന്ന സാധനം പാക്കിങ്ങിന് വേണ്ടി. ഇത് നമ്മളൊന്ന് ജസ്റ്റ് പൊട്ടിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കി കേട്ടോ. പക്ഷെ ഒരു ഇതില്ല, എഫക്റ്റും ഇല്ല. കുറേ നേരം പിടിച്ചോണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നാൻ വരും. അല്ലാതെ ഒരു യൂസും ഇല്ലാത്ത പൊട്ട സാധനം, വളരെ പൊട്ട സാധനം, പറയാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ വേറെ 1-2 സാധനങ്ങൾ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. ഓൾറെഡി ഞാൻ വോളിൽ ഒട്ടിച്ചുകൊണ്ടാണ്. കണ്ടോ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് തോന്നുന്നു. അതുണ്ടോ, ഈ ഈശോൻ്റെ പടം നല്ലതാണ് കേട്ടോ. ഈ ഈശോൻ്റെ പടവും ഈ വോൾ പേപ്പറും ഈ രൂപവും നല്ല. പക്ഷേ ഇത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സൈസായിരുന്നു. പക്ഷേ വന്നപ്പോൾ തീരെ ചെറിയ സൈസ്. ഗൈസ്, നിങ്ങൾക്കും ഇങ്ങനെ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഓഫർ കിട്ടുമ്പോഴൊക്കെ നല്ലതായിട്ട് തോന്നും. പക്ഷേ ഇങ്ങനെ അബദ്ധത്തിൽ ചെന്ന് പെടാതിരിക്കുക. വലിയൊരു അബദ്ധമായിപ്പോയി. ബൈ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. See you.